ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ. ഇന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എഡിറ്റ് ചെയ്യാനും ഇല്ലായിരുന്നു. ഇന്ന് പിന്നെ ഒരുപാട് താമസിച്ചിട്ടാണ് ഇന്നെൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞത്. ഇപ്പോൾ സ്ഥിരം വരുന്നൊരു കമൻറ്റാണ് കേട്ടോ നമ്മുടെ പഴയ വീഡിയോസിലെല്ലാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ടൈം തെറ്റിയത്, പഴയ 2 മണിക്ക് വരേണ്ട വീഡിയോ അല്ലേ, അല്ലെങ്കിൽ 2 മണിക്കകത്ത് വരുന്ന വീഡിയോ അല്ലേ, ഇപ്പോൾ എന്താ വീഡിയോ ഒരുപാട് ലേറ്റായിട്ട് വരുന്നതെന്ന്. അത് എന്തോ പറയേണ്ടത്, എൻ്റെ ജോലി ഇപ്പോൾ ഒതുങ്ങാനായിട്ട് ഇച്ചിരി പാടുപെടുന്നു. ഞാൻ മടി കാണിച്ചിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ, വേറൊന്നുമല്ല. എൻ്റെ മടി കാരണം ഞാനിപ്പോൾ ഭയങ്കര സ്ലോയാണ്. ഞാൻ ജോലിയൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. വേറൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൈഗ്രെയിൻ ഉണ്ടല്ലോ, അത് എനിക്ക് കൂടുതൽ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അലസതയാണ് മെയിനായിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര മടിയായി. ഇപ്പോൾ പൊതുവേ ഭയങ്കര മടിയാണ്. അതൊക്കെ കൊണ്ടാണ് ടൈം തെറ്റിയിട്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ പാടാണ്. യൂട്യൂബിൽ അങ്ങനെയൊന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. നമ്മളെ സമയമൊക്കെ കറക്റ്റായിരിക്കണം. നമ്മളെന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിനൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് യൂട്യൂബിൽ. അപ്പോൾ ഞാൻ ഇന്നും ഈ വീഡിയോ ഒരുപാട് ലേറ്റായിട്ടായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വലിയ ഒരു ചാനലൊന്നുമല്ല, ഒരു കുഞ്ഞു ചാനലാണ്. വെറും നാട്ടുംപുറം പ്രദേശമാണ്. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. എൻ്റെ വീഡിയോ തുടക്കം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന 1-2 പേര് മാത്രമേ ഉള്ളൂ ഇങ്ങനെ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നതും വീഡിയോ കാണുന്നതും. ബാക്കിയുള്ളവർ കാണുന്നുണ്ടോ എന്നറിയില്ല, കമൻറ്റ് ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. സാമ്പാറിനുള്ളത് ഞാനെടുത്ത് വാപ്പുമ്മയുടെ കയ്യിലോട്ട് കൊടുത്ത് അരിയാനായിട്ട്. പിന്നെ ഇതേ തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പാത്തൂന് തക്കാളി കറി വേണമെന്ന് പറഞ്ഞത് കൊണ്ട് 2 തക്കാളി എടുത്തിട്ട് അതൊന്ന് എണ്ണയിൽ വാട്ടിയെടുക്കുന്നുണ്ട്, കടുകൊക്കെ പൊട്ടിച്ചിട്ട് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് മസാലകളൊന്നുമില്ല. കുറച്ച് മുളക് പൊടി, മഞ്ഞൾ പൊടി, ഇച്ചിരി ഗരം മസാലപ്പൊടി, ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ്. കൂടുതലും ഉമ്മച്ചി ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പത്തിൻ്റെ കൂടെ കറിക്ക് വേണ്ടിയിട്ടാണ് ഉമ്മച്ചി തക്കാളിക്കറി ഉണ്ടാക്കുന്നത്. പക്ഷേ പാത്തൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളിക്കറി. അപ്പോൾ കുറേ ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നു രാവിലെ തക്കാളിക്കറി വെക്കണേന്ന്. അപ്പം ഇന്നിപ്പോൾ 2 തക്കാളി എടുത്ത് ഞാനങ്ങ് കറിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാറും കൂടെ വയ്ക്കുന്നുണ്ട്. ദോശയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി രാവിലെ ഉണ്ടാക്കുന്നത് കേട്ടോ. മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ തീയൊക്കെ അനിയത്തി പിടിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇന്ന് 2 അടുപ്പും നേരത്തെ തന്നെ അങ്ങ് കത്തിച്ചെടുത്ത് കേട്ടോ. അപ്പുറത്തെ അടുപ്പ് നമ്മൾ സ്ഥിരം കത്തിക്കുന്നതല്ല, പക്ഷേ ഇന്നങ്ങ് കത്തിച്ച്. ഒരുപാട് സമയം താമസിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കടയിലൊക്കെ ഒന്ന് പോകണമായിരുന്നു കേട്ടോ, റേഷൻ കടയിൽ പോകണമായിരുന്നു. പക്ഷേ റേഷൻ കടയിൽ പോയ കാര്യങ്ങളൊന്നും നടന്നില്ല. ഭയങ്കര തിരക്കായതുകൊണ്ട് തിരികെ പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കൊച്ചിനെ കൊണ്ടാക്കി. ഇന്ന് രാവിലെയൊക്കെ നല്ല വെട്ടവും വെയിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് മഴയായി. ഇപ്പം വോയിസ് കൊടുക്കുന്ന ഈ ടൈമിന് നല്ല വെയിലായിട്ടുണ്ട്. പക്ഷേ ഇന്ന് അന്തരീക്ഷം അത്രയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. നല്ല മഴയായി. ഞാൻ വിറകൊക്കെ ഉണങ്ങാനായിട്ട് പറക്കിയിട്ടിട്ടൊക്കെയാണ് ഞങ്ങൾ കടയിലോട്ട് പോയത്. പക്ഷേ എൻ്റെ മഴ പെയ്ത് എൻ്റെ വിറകെല്ലാം നനഞ്ഞ് നല്ല കില ഉണങ്ങിക്കിടന്ന വിറകായിരുന്നു. പക്ഷേ എല്ലാം നനഞ്ഞ്. ഇനി ഒന്നേന്ന് നല്ല വെയിൽ വന്ന് ഉണക്കിപ്പറക്കി എടുത്തെങ്കിൽ മാത്രമേ അതിന് തീയിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ദേ ഇവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. തൊട്ടടുത്ത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കൂടെയാണ് ആ കുക്കറിലോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ദോശയിൽ ഒരു ലേശം ഇച്ചിരി വെള്ളം കൂടിപ്പോയി. വേറെ ഒന്നുമില്ല, ഉപ്പ് കലക്കിയപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയതാണ്. അങ്ങനെ എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുക്കുകയാണ്. പാത്തുൻ്റെ കറി പാത്തുന് മാത്രമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചിലപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടും ചിലപ്പോൾ ദോശ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറി ചിലപ്പോൾ ചോദിക്കും. അതുകൊണ്ട് ഞാനെടുത്തങ്ങ് മാറ്റി. പിന്നെ അതേ സാമ്പാറിന് കടുകൊക്കെ താളിച്ചൊഴിക്കുന്നുണ്ട്. വറ്റൽമുളകും കൊച്ചുള്ളി എന്താ ചേർക്കാത്തതെന്ന് ചോദിക്കണ്ട, വെറുതെ ഞാനങ്ങ് കടുക് താളിച്ചൊഴിക്കാമെന്ന് മുന്നേ അങ്ങ് വെച്ചതാണ് കേട്ടോ. അങ്ങനെ കടുകൊക്കെ താളിച്ചൊഴിച്ച് ഇതേ കാപ്പിക്ക് വേണ്ടിയിട്ട് കറിയൊക്കെ ഒഴിച്ച് എല്ലാവരുടെയും പാത്രത്തിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ കാപ്പിയൊക്കെ കൊടുത്ത് കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കി പിന്നെയാണ് റേഷൻ കടയിലോട്ട് പോയത്. അവിടെ പോയി ഇങ്ങനെ കുറേ നേരം പോസ്റ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ആളും ബഹളമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ വന്ന് മേടിക്കാമെന്ന്. അതുകൊണ്ട് നേരെ അങ്ങ് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ എൻ്റെ റേഷൻ കടയിലൊക്കെ പോയി കൊച്ചിനെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് വന്നപ്പം 11 മണി കഴിഞ്ഞു. വേറെ കടയിൽ കയറാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കയറി വന്നു. അതേ മീൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ചാളയും പിന്നെ കുറച്ച് അയലക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരിയൊന്നും അടുപ്പിലോട്ട് ഇടാതെയാണ് പോയത്. അതായത് കലത്തിൽ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് പോയത്. പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഇപ്പോഴും മഴയുണ്ട്, അതേ ചാറിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് വന്ന് അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തു. പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാതെ, അനിയത്തി കഴുകി പറക്കി മാറ്റി.
പിന്നെ ഞാൻ വന്നത് മീനൊക്കെ അകത്ത് തന്നെ ഇരുന്നങ്ങ് കണ്ടിച്ചെടുക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, മഴ പുറത്ത് ചാറുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ സമയമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അതങ്ങ് അകത്ത് വെച്ചിട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുന്നതേ. അങ്ങനെ ദേ മീനും കട്ട് ചെയ്തെടുത്തു. പൊരിക്കാനുള്ളതും കറി വയ്ക്കാനുള്ളതും എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നെയ്ച്ചാളയല്ലേ, അതുകൊണ്ട് ചാള ഞാൻ വറുക്കാനും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് കറിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ അയലയും കൂടെ ഇട്ടിട്ട് കറി വയ്ക്കുന്നത്. അങ്ങനെ അരപ്പൊക്കെ കൂട്ടി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ചോറ് ദേ ഇവിടെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല വെയിലും വെട്ടമൊക്കെ ആയിട്ടുണ്ട്. എപ്പോഴാണ് ചിലപ്പോൾ ഈ അന്തരീക്ഷം മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. രാവിലെ നല്ല വെയിലൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ, നല്ല ചൂടുള്ള വെയിലായിരുന്നു. പെട്ടെന്നാണ് മഴക്കോള് കൊണ്ട് കയറി മഴ പെയ്യാൻ തുടങ്ങിയത്. ഞാൻ എന്തായാലും ദേ മീനൊക്കെ കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ കറി തിളച്ചപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു കമൻറ്റ്, സ്ഥിരം നിങ്ങൾ ഈ തേങ്ങാക്കറിയാണോ വെക്കുന്നതെന്നുള്ളത്. നമ്മൾ പുളിയും മുളകും വെക്കാറുണ്ട്. ഇവിടെ കൂടുതലും തേങ്ങ അരച്ച് തന്നെ മീൻകറി വെക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് മുളക് കറി കഴിക്കാനായിട്ട് പറ്റാത്തവർ കാണുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങ അരച്ച് തന്നെ കറി വെക്കാറ്. അപ്പോൾ ഇതേ ചോറ്റിൽ വെള്ളമില്ലായിരുന്നു കേട്ടോ, അപ്പോൾ തീരെ വെള്ളമില്ലാതെ കിടക്കുമായിരുന്നു. പിന്നെ പെട്ടെന്ന് അടുത്ത് കടന്ന വെള്ളം ഇഷ്ടംപോലെ തിളച്ചിങ്ങനെ ചൂടായി കിടക്കുകയല്ലേ, അത് നമുക്ക് ആവശ്യത്തിനടുത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാമല്ലോ. അങ്ങനെ ചോറ്റിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മീൻ പൊരിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഗ്യാസിലോട്ടാണ് വെച്ചത്. ഞാൻ പറഞ്ഞില്ല, താമസിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഗ്യാസ് ഇങ്ങനെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ എല്ലാം ഞാനിങ്ങനെ ഓരോന്ന് ഒഴിച്ച് അടുപ്പിലോട്ട് തന്നെ ആക്കി കൊടുക്കത്തേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഇതേ ബീട്രൂട്ടും അമരപ്പയറും കൂടെ അനിയത്തി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ട് അവൾ അടുക്കള വശമൊക്കെ ഒന്ന് തൂക്കാനായിട്ട് ഇറങ്ങിയതാണ്. മഴ പെയ്ത് കിടക്കുവാണെങ്കിലും അവിടെ ഉള്ളിയുടെ തോലൊക്കെ കിടക്കുക കേട്ടോ. അപ്പം മഴയും കൂടെ പെയ്തത് കൊണ്ട് ആകെപ്പാടെ അങ്ങ് വൃത്തികേടായി കിടക്കുമല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനെടുത്തങ്ങ് അവളെ കയ്യിൽ കൊടുത്തപ്പോൾ അവൾ അതൊക്കെ അരിഞ്ഞ് തന്നു. പിന്നെ ഞാൻ അരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് വെണ്ടയ്ക്കയും കുറച്ച് പടവലങ്ങയും ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതേ മീനൊക്കെ പൊരിച്ച് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഈ ചാള, എല്ലാ ചാളയിലും ഈ ചാളയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, നല്ല മൊരിച്ചെടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കണം കേട്ടോ. ഒരുപാടങ്ങ് കരിച്ച് മുരിച്ച് എടുക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. അങ്ങനെ മീനൊക്കെ അവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് മുട്ട ഉണ്ടായിരുന്നു പരിഞ്ഞിൽ, അത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല അനിയത്തിക്കും കൂടെയൊക്കെ ദോശയുടെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട് അത് അങ്ങനെ അങ്ങ് പൊരിച്ച് ലാസ്റ്റുള്ള എണ്ണയുണ്ടല്ലോ, മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുള്ള എണ്ണ, ആ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നല്ലോ, വെണ്ടയ്ക്ക നമ്മൾ പടവലങ്ങയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അതും കൂടി അങ്ങ് മെഴുക്കുവരട്ടി ആക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉച്ചയൂണങ്ങ് സെറ്റായി. ധൃതി വെച്ചാണെങ്കിൽ നല്ല അടിപൊളി ഊണൊക്കെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോട് കൂടി അസ്സലാമു അലൈക്കും, ബൈ.